ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും യഹൂദർ പ്രമാണികളൊക്കെ ഈശോയെ ചോദ്യം ചെയ്യുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം. അവൻ അവരോട് ചോദിച്ചു, എന്ത് അധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഈശോയുടെ അധികാരത്തെ അവർ ചോദ്യം ചെയ്യുക. എന്തുകൊണ്ട് ഈശോയുടെ അധികാരത്തെ അവർ ചോദ്യം ചെയ്യുക? ഈശോയുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈശോയുടെ സംസാര രീതികൾ, പ്രബോധനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവരൊക്കെ ദൈവത്തിൻ്റെ സ്വന്തമാണ്, യാഹ്വയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. എന്നിട്ടും യാഹ്വയുടെ പുത്രൻ്റെ പ്രബോധനങ്ങളോ പ്രവർത്തനങ്ങളോ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് അവരുടേതായ ചിന്താരീതികളെയും അവരുടേതായ മേഖലകളെയും തച്ചുടയ്ക്കുന്നത് പോലെ അവർക്ക് തോന്നി. ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ചില അവസ്ഥകളാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ആവശ്യമില്ലാത്ത ചിന്തകളും നിൻ്റെ ജീവിതത്തിൽ ഉയർത്തുക. പ്രിയ സഹോദര സഹോദരി, ഈ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നീ നിന്നെ ഒന്ന് പരിശോധിക്കണം. ജീവിതത്തിൽ ദൈവികമായ ഏതെങ്കിലും കാര്യങ്ങളെ നീ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ നിൻ്റെ ഉള്ളിൽ ഉയരുമ്പോൾ നിൻ്റെ വിശ്വാസത്തെ, നിൻ്റെ ആത്മീയ നന്മകളെ, നിൻ്റെ പരസ്നേഹ പ്രവൃത്തികളെ തച്ചുടയ്ക്കുന്നുണ്ടോ, തളർത്തിക്കളയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചിന്തിക്കുക, നീ ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്ന് അല്പാൽപമായി മാറിപ്പോകുക. ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നടക്കാൻ സാധിക്കട്ടെ. ക്രിസ്തു നിൻ്റെ ജീവിതത്തിന് പ്രതിബന്ധമല്ല. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ നിൻ്റെ ജീവിതത്തിന് പ്രതിബന്ധമല്ല. നിൻ്റെ ജീവിതത്തിൽ ഉയരുന്ന ചില ചോദ്യങ്ങളായിരിക്കും ഇതിന് പ്രതിബന്ധമായിട്ട് വ്യാഖ്യാനിക്കുക. ക്രിസ്തുവിനോടൊത്ത് മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളും ഒക്കെ നൽകണമേ. എപ്പോഴും നിന്നിലേക്ക് ഹൃദയം ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം